ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എനിക്ക് കുറച്ച് നാൾ മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, നമ്മുടെ ഗിയർ മാറ്റുന്ന ആ രീതി പറഞ്ഞിട്ട്. അപ്പോൾ അതിലെനിക്ക് അറിയാത്ത ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുമോ എന്നുള്ള കുറച്ച് കമൻറ്റ് വന്നിരുന്നു. അപ്പോൾ ആ ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഇവനാണ്. ഇവന് വണ്ടി ഓടിക്കാൻ അറിയാം, പക്ഷേ കൃത്യമായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ലൈസൻസ്, 4 വീൽ ലൈസൻസ് ഇല്ല നിനക്ക്? നീ ഇത് ഓടിച്ചിട്ടുണ്ടല്ലോ? ഓടിക്കാൻ അറിയില്ല വെച്ചാൽ കറക്റ്റായിട്ട് ഗിയർ ട്രാൻസാക്ഷൻ അറിയില്ല, അല്ലാണ്ട് ആക്സിലേറ്റർ കൊടുത്ത് പോകാൻ അറിയാം. ഇപ്പോൾ തിരിക്കാനൊക്കെ മറ്റ് 4 വീൽ ഓടിക്കുന്നതിനെക്കാട്ടിലും കുറച്ച് ഡിഫറൻ്റ് ആയതുകൊണ്ട് ഒരു ചെറിയ മാറ്റമുണ്ട്. അപ്പോൾ അവന് കറക്റ്റായിട്ട് അറിയില്ല. ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ ഞാൻ ഇവന് പറഞ്ഞു കൊടുക്കും. അപ്പം ഈ വീഡിയോയ്ക്ക് ഒരു കുറച്ചും കൂടെ രസമാക്കാൻ വേണ്ടിയിട്ട്, അതായത് നമ്മളിപ്പോൾ ഓൾറെഡി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എക്സ്പെരിമെൻ്റ് ടൈപ്പ് വീഡിയോ ആണല്ലോ, അതുകൊണ്ട് ഞാനും ഉണ്ട് നിഞ്ചും ഉണ്ട്. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഇവന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ആദ്യം ഞാൻ പറഞ്ഞു കൊടുക്കും, പിന്നെ നിഞ്ചു പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഇതിൽ ഒരു രസത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ആരാ നല്ല ടീച്ചർ ഞാൻ തീരുമാനിക്കണം. അപ്പോൾ ആരാണ് അടിപൊളിയായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് ഇവൻ തീരുമാനിക്കും. പിന്നെ അത് മാത്രമല്ല, എന്തെങ്കിലും ഫാൾട്ടുകൾ കൂടുതലായിട്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ പറയുന്ന സമയത്താണെങ്കിലും അവൻ പറയുന്ന സമയത്താണെങ്കിലും ഫാൾട്ടുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അയാളൊരു മോശം ടീച്ചറായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഇതിൽ വിൻ ചെയ്യുന്ന ആൾക്ക് ഒരു ചെറിയ സമ്മാനമുണ്ട്. സമ്മാനം സർപ്രൈസാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം സഹകരിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ ഓട്ടോറിക്ഷ ഓടിക്കാൻ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ മെയിനായിട്ട് ഈ വീഡിയോ. അപ്പോൾ നിങ്ങൾ ഇത് മാക്സിമം നിങ്ങൾ തീരെ അറിയാത്ത ആൾക്കാർ ഇവൻ ചെയ്യുന്നത് കണ്ട് പഠിക്കുക. അതായത് നമ്മളിവനെ ഒരു കമാൻഡ് കൊടുത്തിട്ടാണല്ലോ പഠിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളും കൂടെ അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഓൾറെഡി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ വണ്ടി പഠിക്കുന്നതിനെ പറ്റിയിട്ടുള്ളത്. ആ വീഡിയോ കൂടെ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നതിൽ മാറ്റേണ്ടതെന്നുണ്ടെങ്കിൽ ഇതും ഒന്ന് നോക്കുക കേട്ടോ. നമ്മളൊരു ചെറിയ കയറ്റമൊക്കെ, നമ്മൾ ആ ഓഫ് റോഡ് ചെയ്യുന്ന ആ കയറ്റമൊക്കെ ഇവനെ കൊണ്ട് നമ്മളൊന്ന് മാക്സിമം വണ്ടി കയറ്റാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ സ്റ്റാർട്ട് ചെയ്തെടുത്തോ. ഇത് കമ്പഷൻ വെക്കുക, ഈ സ്വിച്ച് ചെക്കുക, സ്റ്റാർട്ടാക്കുക. അത് ഇന്ത്യക്കാട്ടോ, അത് വിഷയമാണ്, പേടിക്കണം വേണ്ട. സ്റ്റാർട്ടാക്കി ഇങ്ങോട്ടാണ് കമ്പഷൻ കൊച്ചു പോക്കി കമ്പഷൻ. അപ്പോൾ ശരിയോ, ചാടി കയറി നീ അങ്ങനെ ഗീറിലൊന്നും ഇടല്ലേ, ആശാമാരൊക്കെ പറഞ്ഞു തരട്ടെ. ഞാൻ പറയാം. ഇതിപ്പോൾ വണ്ടി ന്യൂട്രലാണല്ലേ. ആദ്യം ഫസ്റ്റ് ഗിയറാണെങ്കിൽ ഫസ്റ്റ് ഗിയർ അറിയാലോ. ഗിയർ അങ്ങോട്ട് മേലോട്ട് എനിക്ക് അറിയാലോ? അറിയില്ല. എന്നാൽ ഫസ്റ്റ് ഗിയർ മേലോട്ടാണ്, അതിന് താഴെ സെക്കൻഡ് ന്യൂട്രൽ, അതിന് സെക്കൻഡ് തേർഡ് ഫോർത്ത്. പിന്നെന്താ ചെയ്യുന്നത് വെച്ചാൽ ആദ്യം ഫസ്റ്റ് ഗിയർ എടുക്കുക. പിന്നെ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വണ്ടിയാണെങ്കിൽ പാഞ്ഞ് കയറുകയാണെങ്കിൽ ഒരു പേടിയും പിടിക്കണ്ട, ക്ലച്ച് ചോട്ടെ ബ്രേക്ക് ഓട്ടെ. നിൻ്റെ കാലെടുത്ത ബ്രേക്ക് എൻ്റെ അടുത്ത് ഒന്നുമില്ല കേട്ടോ, ഞാൻ തുള്ളും. എന്നാൽ ഫസ്റ്റിലിട്ടോ. പിന്നെ മെല്ലെ കൊടുത്ത് അങ്ങനെ അങ്ങ് പോട്ടെ. ബ്രേക്കിന് കാലെടുത്തോ, പോട്ടെ പോട്ടെ പോട്ടെ. കുറച്ച് സ്പീഡായിക്കോ. സെക്കൻഡ് ഗിയറിലൊക്കെ ഉണ്ട് നമുക്ക്. ആ സെക്കൻഡ് ഗിയറല്ല, തേർഡ് ഗിയർ. അത് അതിന് ഫസ്റ്റ് ഗിയർ മെല്ലെ 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 ഇടത്തോടെ വളച്ചോ. പോട്ടെ, ബേജാറുന്നാവട്ടെ, മെല്ലെ തന്നെ പോയിക്കോട്ടെ. പിന്നെ സെക്കൻഡ് ഇട്ടോ, ചെറിയ മെല്ലെ താത്തിയാൽ മതി. സെക്കൻഡ് കൈയോട് മെല്ലെ വളച്ചോ. ആക്സിഡൻറ്റ് ഒഴിവാക്കി മെല്ലെ വളച്ചോ. പോട്ടെ, വളച്ചോളൂ. ഇങ്ങോട്ട് വലത്തോട് ഇടത്തോട് കയറിയാണോ? 100 റൗണ്ട് കറങ്ങി കയറിയ പോരാ, അല്ലാണ്ട് ഗിയർ ചേഞ്ച് ആവണ്ടാ. തേർഡ് ഗിയറിൽ കണ്ടേ. ഈ ഗ്രൗണ്ടിൽ എന്തെങ്കിലും തേർഡ് ഗിയർ നടക്കുമല്ലോ, നമ്മൾ കറങ്ങുന്നതാണല്ലോ. ഒന്നിട്ട് കൈ ഒറ്റ സ്പീഡ് കൊടുത്തു കൈ. ഒന്ന് ഗിയർ തേർഡിലേക്ക് വയ്ക്കോ. ക്ലച്ച് വിടില്ല. ഇങ്ങോട്ട് അടിച്ചോ. ഇങ്ങോട്ട് ക്ലച്ച് കഴിയത്തില്ല. പോട്ടെ, നേരെ പോട്ടെ. ആ കയറ്റം കയറാം. കയറ്റം ചിലപ്പം ഒരു താരം മെല്ലെ ഇവിടെ വണ്ടി നിർത്തിയിട്ട് ഫസ്റ്റ് ഗിയർ ഇട്ടോ, ചിലപ്പോൾ കയറില്ല. അതിന് കൊടുത്തോ, അതിന് കയ്യം കൊടുത്തോ. കൈ കൊടുത്തോ. നിർത്തിക്കോ. നിർത്തുമ്പോൾ ക്ലച്ച് പിടിക്കണം. ഇനി ന്യൂട്രാക്കുക. അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ട് തിരിയണ്ടേ? തിരിച്ചോ. പൊടിച്ചോ. അതിന് നേരെ ആയിക്കോ. അതിന് ന്യൂട്രാക്കി. ന്യൂട്രൽ താഴോട്ട്. ഇനി അത് റിവേഴ്സ് ഗിയർ ഉണ്ട്. ഇതാണ് കേട്ടോ റിവേഴ്സ് ഗിയർ താഴ്ത്തുക. നമ്മളിതിന് കൊടുക്കുക. ഇനി ഫസ്റ്റിലേക്ക് ഇട്ടോളൂ. ഇനി മെല്ലെ ബാക്കോട്ട് എടുത്തോ. ബാക്ക് നോക്കിയോ കേട്ടോ. ആ ഗ്ലാസ് കൂടെ നോക്കിയോ. ഗ്ലാസ് കൂടെ നോക്കി കാണാം. ഫുൾ അടിച്ചോ. ഇടത്തോട്ട് അടിച്ചോ. കുറച്ചിട്ടെ. വന്നട്ടെ.
ഇനി ആ ഗിയർ ഒഴിവാക്കും. ഇങ്ങനെ എടുത്ത് പിടിച്ചോ. ആ ഒന്നിട്ട് റിവേഴ്സ് എടുക്കാം. ന്യൂട്രാക്കിയിട്ട് റിവേഴ്സ് എടുക്കുന്നതായിരിക്കും കുഴപ്പമില്ല. ഇനി നമുക്ക് ന്യൂട്രാക്കി റിവേഴ്സ് ഗിയർ ഇടുന്നതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. ഗിയർ മാറില്ല, ഫസ്റ്റ് ഗിയർ തന്നെ ഇറങ്ങി കേട്ടോ. ആക്സിഡൻറ്റ് കൊടുക്കണ്ട, ആക്സിഡൻറ്റ് കൊടുക്കാൻ നമുക്ക് ഫസ്റ്റ് ഗിയർ താങ്ങി ഇറങ്ങിക്കൊടുക്കും. അതുകൊണ്ട് വലിയ സീനല്ല. അതിന് കൈ കൊടുത്തോ. ഇനി കുറച്ച് സൈഡ് കൊടുക്കും. അവിടെ എത്തുമ്പോൾ ടോപ്പ് ഗിയർ ഇടണം. കുറച്ച് കൈ കൊടുക്കും. സെക്കൻഡ് ഇടും. പിന്നെ തേർഡിലേക്ക് അത് ടോപ്പ് ഗിയർ ലഭിക്കും. മെല്ലെ ഇടണം. അവിടെ ന്യൂട്രൈപ്പ് ഇങ്ങോട്ട് വിളിച്ചു, ഇടത്തോട്ട് വിളിച്ചു. പോട്ടെ ന്യൂട്രൈപ്പ്. അപ്പം നിഞ്ചുവിൻ്റെ ഊഴം കഴിഞ്ഞു. ഇനി എൻ്റെ ഊഴാണ്. ശ്രീജു, നിനക്ക് ഈ വണ്ടി എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് ഇപ്പോൾ ഏതാണ്ട് മനസ്സിലായിട്ടില്ലേ? ഇതിലെ ഈ സംഭവങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് കറക്റ്റ് അറിയില്ല. ആക്സിലേറ്റർ, ക്ലച്ച്, ഗിയർ, പിന്നെ ഈ ഇത് കംപ്രഷൻ, ഓഫ്, ഇതൊക്കെ മനസ്സിലായില്ലേ? ബ്രേക്ക് പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ അല്ലേ? അപ്പോൾ നമ്മൾ ഈ വണ്ടി ഓടിക്കുമ്പോൾ ഒരു ഗിയർ ഇടുമ്പോൾ കറക്റ്റായിട്ട് ഈ ഫസ്റ്റ് നിന്ന് സെക്കൻഡിലേക്ക് ഇടുമ്പോൾ അത് സെക്കൻഡിലേക്ക് തന്നെ വീഴാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പം നീ ഇട്ടപ്പോൾ നീ ഫാൾട്ട് ഉണ്ടായിരുന്നു, പിന്നെ തേർഡിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വീഴാതിരിക്കാൻ അതൊരു നമ്മുടെ ഓടിച്ചൊന്ന് ബാലൻസ് ആയി വന്നാലേ അത് വീഴുള്ളൂ. ആദ്യം വീഴുന്ന പ്രശ്നമല്ല, പക്ഷെ മാക്സിമം ഗിയർ വീഴാതിരിക്കുക. പിന്നെന്ന് വെച്ചാൽ നീ അവിടെ നിന്ന് കയറ്റിയില്ലേ, അത് നീ അഡ്വാൻസ് ഗിയർ ഇട്ട് താഴെ തന്നെ കയറ്റി. അത് മാക്സിമം നിൽക്കുമ്പോൾ കയറ്റാൻ വേണ്ടി പഠിക്കണം. ഇപ്പോഴത്തെ ഒരു അവസരത്തിൽ പോട്ടെ, കുഴപ്പമില്ല. പക്ഷെ മറ്റുള്ളവരായാലും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വണ്ടി നിൽക്കുന്ന വലി മുട്ടുമെന്ന് തോന്നുമ്പോൾ മാത്രം കയറ്റത്താകുമ്പോൾ എന്താക്കിയാൽ മതി, ഗിയർ മാറിയാൽ മതി. അല്ലാത്തൊരവസരത്തിൽ നമ്മൾ ആദ്യമേ ഇട്ട് കയറ്റേണ്ട ഒരു പ്രശ്നം ഇപ്പോഴത്തെ അവസ്ഥയിൽ അവിടെ ഇല്ല. പക്ഷേ ഇപ്പം നീ കയറ്റിയത് ഓക്കെ, അവിടെ കുറച്ച് ചിലയിട്ടുണ്ട്, കറങ്ങുമെങ്കിലും ഓക്കെ, നമുക്ക് എടുക്കാം. എന്നാൽ അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞുതരാം. ആദ്യം വണ്ടി സ്റ്റാർട്ട് ചെയ്യുക, അതിനുശേഷം ക്ലച്ച് പിടിച്ച് പിന്നെ ഫസ്റ്റിലേക്ക് ഇടുക. ഫസ്റ്റിലേക്ക് ഇട്ടതിന് ശേഷം മെല്ലെ ക്ലച്ച് റിലീസ് ചെയ്യുക. ജസ്റ്റ് കുടുകുടുന്ന് പറഞ്ഞിട്ട് പോരുത്. ഒന്ന് റേസാക്കി അങ്ങ് പിടിച്ചതിന് ശേഷം വണ്ടി മൂവ് ആയി കഴിഞ്ഞാൽ ഉടനെ എന്താക്കുക, സെക്കൻഡിലേക്ക് ഇടണം. അതായത് ഫസ്റ്റ് ഗിയർ എന്നുള്ളത് മൂവ് ചെയ്യിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ അത്രയും വലിയ കയറ്റങ്ങളൊക്കെ വരുമ്പോൾ മാത്രം ഫസ്റ്റ് ഗിയറിൽ നമുക്ക് പിന്നെ റോളില്ല. പിന്നെ സെക്കൻഡ്, തേർഡ്, പിന്നെ ഫോർത്താണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഈ ഫസ്റ്റ് ഗിയർ തന്നെ പരമാവധി കുറുക്കുറു എന്നിട്ട് മൂവ് ആക്കരുത്. അത് മനസ്സിലായില്ലേ? കറക്റ്റ് സെക്കൻഡ് ഗിയർ ഇടുക, തേർഡിലേക്ക് പോരുത്. പിന്നെ അതിനനുസരിച്ച് തേർഡ് ഗിയർ ഇടുക. അതിനനുസരിച്ച് ഫോർത്ത് ഗിയർ വേണമെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി. ഡ്രൈവിങ്ങിൽ അങ്ങനെയാണ്. നമ്മളിപ്പോൾ അഡ്വാൻസ് ആയിട്ട് ഒരു ഗിയർ വേണമെന്നില്ല. ഇപ്പോൾ ടോപ്പ് ഉപയോഗിച്ചിട്ട് മാത്രമേ വണ്ടി ഓടിക്കാൻ പാടുള്ളൂ എന്ന് നിയമമൊന്നുമില്ല. നമുക്ക് ആ ഒരു ഓടിക്കുന്ന സ്ഥലത്ത് ടോപ്പ് ഗിയർ വേണമെന്നുണ്ടെങ്കിൽ 100% അത് ഇടാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തെടുത്തോ. ന്യൂട്രാണോ നോക്ക്, അല്ലേ? കൺഫേം ആണെങ്കിൽ എടുത്തോ, സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, മെല്ലെ ക്ലച്ച് റിലീസ് ചെയ്യും. കൊടുക്ക്, മാറ്റി. പോട്ടെ, അത്ര റേസിങ് പോരാ കേട്ടോ. കുറച്ചും കൂടെ റേസായിട്ട് വേണം കൊടുക്കുക. ഇങ്ങോട്ട് തിരിച്ചോ. പോട്ടെ, സെക്കൻഡ് തന്നെ പോട്ടെ, സെക്കൻഡ് തന്നെ പോയിക്കോട്ടെ. കൈ കൊടുക്കടാ, കുറച്ചും കൂടെ കൈ കൊടുക്കേ. ഓക്കെ, സെക്കൻഡ് തന്നെ നേരെ പോട്ടെ. ഒന്ന് കൈ കൊടുക്ക്. അവിടെ തേർഡിലേക്കാക്ക്. ഓക്കെ, പോട്ടെ. ഇനി നീ കുറച്ച് മുമ്പോട്ട് പോയിട്ട് ഓടിക്കണ്ട. പോട്ടെ. ക്ലച്ച് പിടിക്ക്, ചവിട്ടി ചേർത്ത് വണ്ടി മെല്ലെ. എന്നിട്ട് ന്യൂട്രലിലേക്കാക്ക്. ന്യൂട്രായില്ലേ? ഫസ്റ്റിലേക്കാക്കി. നീ മെല്ലെ ഈ പിന്നെ തിരിച്ചോണ്ട് ഇങ്ങെടുക്ക്. ഫുള്ളടിക്കണ്ട. നമുക്കിതിലെ തിരിച്ചെടുക്കണം. അത് നീ ക്ലച്ച് റിലീസ് ചെയ്തുകൊണ്ട് തന്നെ എടുക്ക്. മെല്ലെ റിലീസ് ചെയ്ത് അങ്ങ് എടുക്ക്. മെല്ലെ കൊടുത്തോ. പോട്ടെ. ഇനി നേരെ നമുക്ക് കയറ്റാൻ കയറാൻ പോവാം കേട്ടോ. അതിന് കണക്കാക്കിയിട്ട് മാറ്റിക്കാം. ഓക്കെ, നീ പറഞ്ഞില്ലേ? ഒന്ന് ആക്സിലേറ്റർ കൊടുക്ക്. വിട്ടിട്ട് സെക്കൻഡിലേക്കാക്ക്. ആയിട്ടില്ല, ന്യൂട്രലായി പോയി. ഓക്കെ, ഒന്നുകൂടെ തേർഡിലേക്കാക്ക്. ഓക്കെ, തേർഡ് മതി. നമ്മൾ കൂടെ സ്റ്റോപ്പ് വേണ്ട. നല്ല തേർഡിലങ്ങ് പോയിട്ട് കയറ്റത്തിലേക്ക് പോട്ടെ കേട്ടോ. മെല്ലെ സെക്കൻഡിലേക്ക് അയക്കാം. ഓക്കെ, അതുപോലെ ന്യൂട്രാ ഫസ്റ്റിലേക്കാക്ക്. ഓക്കെ, പോവാം. കൊടുക്ക്, നല്ലോണം കൊടുക്ക്. കയറില്ല, കറങ്ങും. ഓക്കെ, ഇങ്ങോട്ട് ഓടിക്ക് വണ്ടി. കുറച്ചുകൂടെ പോട്ടെ. ന്യൂട്രാക്കണ്ട, ക്ലച്ച് പിടിച്ച് ഫസ്റ്റിലേക്ക് തന്നെ ആക്ക്. ഓക്കെ, അല്ല കുറച്ചുകൂടെ മുന്നോട്ട് പോട്ടെ. നിർത്ത്. ന്യൂട്രാക്ക്. റിവേഴ്സ് അറിയില്ലേ? താത്ത്.
പിന്നെ എടുക്ക് നിൽക്ക് ഫസ്റ്റ് ഇടേ. ഇനി ശ്രദ്ധിക്കേണ്ട എന്താണെന്നറിയാം, ഫുൾ ഹാൻഡിൽ ഒടിച്ചു പിടിക്കുക, ഫുൾ ഒടിച്ചു പിടിക്കുക, മെല്ലെ ക്ലച്ച് റിലീസ് ചെയ്യും. പോട്ടെ, മെല്ലെ ആക്സിലേറ്റർ കൊടുക്ക്, ഫുള്ള് പോട്ടെ കേട്ടോ, ഫുൾ അടിച്ചു പിടിച്ചോ. ഓക്കെ, ചവിട്ടിക്കാം, നോട്ടറാക്കെ, റിലീസ് ചെയ്യാൻ മറക്കരുത് റിവേഴ്സ്. ഓക്കെ, ഫസ്റ്റിൽ ഇട്ടോ, മെല്ലെ പോവാം, കുറച്ച് ഇങ്ങോട്ട് കയറ്റി പിടിക്കും. ഓക്കെ ഓക്കെ, പോവാം, ക്ലച്ച് അങ്ങ് റിലീസ് ചെയ്തോ, താങ്ങി ഇറങ്ങിക്കോട്ടെ. ആക്സിഡൻറ്റ് കൊടുത്ത് സെക്കൻഡിലേക്കാക്കി, സെക്കൻഡല്ല തേർഡ്, അല്ല ന്യൂട്രാ, പോട്ടെ. അതിൻ്റെ ഇടയ്ക്ക് ഒരു ന്യൂട്രൽ പോയിൻ്റ് ഉണ്ട് കേട്ടോ, തേർഡിലേക്കാക്കി. ഓക്കെ, ചവിട്ടി നിർത്തിക്കാം, ക്ലച്ച് പിടിച്ചോ. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മുടെ രണ്ടാളുടെയും ടീച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ ഒരു പ്രശ്നം പറ്റിയെന്താണെന്ന് വെച്ചാൽ, ഞാൻ അവനോട് പറഞ്ഞു കൊടുത്തപ്പം അവൻ 2 പ്രാവശ്യം ന്യൂട്രലിലേക്ക് വീണുപോയി. ഇവൻ പറഞ്ഞു കൊടുത്തപ്പോൾ ഒരു പ്രാവശ്യം തേർഡിലേക്കും ഒരു പ്രാവശ്യം ടോപ്പിലേക്കും വീണുപോയി. അപ്പോൾ 2 പേരും ആര് ജയിച്ചു എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അല്ല, കുറച്ചുകൂടി മെച്ചം ഞാൻ എന്താ എൻ്റെ ന്യൂട്രൽ വീണിക്കില്ല, ഗിയറിട്ട് അത് ഇടുന്നതിന് വർഷത്തിൽ മറ്റുപോയതാ. അതായത് തേർഡിലിടുമ്പോൾ ടോപ്പിൽ വീണുപോയി. അത് ആവേശം കൂടി നല്ല കമാൻഡിങ്ങിൻ്റെ ഒരു കോണാണ്. അത് ഞാൻ അംഗീകരിക്കുന്നുണ്ട്, നല്ല ഉഷാറാണ്. അപ്പോൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രൈസ്, അതായത് ഞങ്ങൾ പറഞ്ഞല്ലോ ആദ്യം തന്നെ ഒരു സമ്മാനം ഉണ്ടെന്ന്. ആ സമ്മാനം അത് പ്രൈസ് വീതിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. ഞാൻ നന്നായതുകൊണ്ടാണല്ലോ രണ്ടുപേരും ഈക്വൽ ആയത്. അതെ, നീ നന്നായോണ്ടാണ് ഈക്വൽ ആയത്. അത് ഞാൻ വൃത്തിയായി എടുത്ത് പറയുന്നുണ്ട്. പക്ഷേ ആവേശം കൂടി വേണ്ട, അല്ലെങ്കിൽ അതെനിക്ക് കിട്ടിയാണ്. അപ്പം ഞങ്ങൾ പിന്നെ ഒന്ന് ടോസ് ഇട്ടിട്ട് ഈ വിന്നറിനെ കണ്ടെടുത്തും ആരാണ് നല്ല രീതിയിൽ കമാൻഡ് ചെയ്തതെന്നുള്ളത് നിങ്ങൾക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. കാരണം ഇപ്പോൾ അവനോട് ചോദിക്കുന്നില്ല, കാരണം ഞങ്ങൾ 2 പേരും അവൻ ഒരുപോലെ തന്നെയാണ്. അവനൊന്ന് പറയാൻ വിഷമം ഉണ്ടാവും, 2 അവൻ എന്നെ പറഞ്ഞിട്ടില്ല എനിക്കും വിഷമം ഉണ്ടാവും, അവനെ പറഞ്ഞാൽ അവനും വിഷമം ഉണ്ടാവും. അപ്പം ഏറ്റവും നല്ല രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം സമ്മാനത്തെ നോക്കണം. നിന്നോട് പറഞ്ഞിട്ട് വിഷമമുണ്ടോ വേണ്ട തീരുമാനിക്കാം. നല്ല ഒരു ഉഗ്ര സമ്മാനമാണ്. ആണോ? അപ്പോൾ ടോസ് ഇടണം, ടോസ് ഇടാം. അപ്പോൾ ഇത് ചാപ്പാട്ടോ, അതെനിക്കറിയാം. അല്ല നിനക്കറിയാം, ഇപ്പുറത്ത് ഇവൻ്റെ മറ്റേ തലയുണ്ടേ, ഇത് പുള്ളി കേട്ടോ, നമ്മൾ കണ്ടിട്ടേ. അപ്പോൾ ടോസ് ഇടാൻ പോവാണേ. പുള്ളിയാ പുള്ളി സമ്മാനാർക്കം നെഞ്ചു കേട്ടോ. എനിക്ക് സമ്മാനം കിട്ടെ. അപ്പൊ സമ്മാനം കേട്ടോ, നിനക്ക് ആയിട്ടില്ല, അതൊരു സർപ്രൈസ് ഉണ്ട്, കട്ട് ചെയ്തോ. അപ്പൊ നമ്മള് സമ്മാനം കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രീജിത്തിനെ ക്ഷണിച്ചിട്ടുണ്ട്, കാരണം അവനെയാണല്ലോ പഠിപ്പിച്ചത്. അപ്പൊ ഈ സമ്മാനം എന്താന്നുള്ളത് സത്യത്തിൽ നിഞ്ചുവിന് അറിയില്ല കേട്ടോ, ഞാൻ സർപ്രൈസ് ആയിട്ട് വെച്ചിട്ടുണ്ട്. നല്ല കിടലൻ സമ്മാനമാണ്, കൊടുത്തേക്ക്. ഗുരുദക്ഷിണ കൊടുക്കാം അല്ലേ? ഗുരുദക്ഷിണ കൊടുത്തേക്ക് മോനെ, ബൂസ്റ്റ്. അത് പൊക്കി കാണിച്ചെടുക്കും. വാങ്ങി തന്നെ 10-250 റുപ്യനൊക്കെയാണെങ്കിൽ ഇത് ഞാൻ കലക്കി കുടിച്ചിട്ടില്ലേ, ധോണിന് വിരാട് കോഹ്ലി എറിഞ്ഞിട്ട് ഞാൻ കുടിച്ചിട്ട്. അതല്ല, പിന്നെ ഇത് കുടിക്കാനുള്ള പാല് ഞങ്ങൾ തരണ്ടല്ലോ, അത് നീ മേടിച്ചോട്ടോ. സമ്മാനം ഇഷ്ടപ്പെട്ടോ? സമ്മാനം കുറച്ചൊരു വലിപ്പം കൂടുകയാണെങ്കിൽ ഇത് നിനക്ക് കിട്ടിയ നന്നായി, നിന്റെ തടിയൊന്നും കൂടെ നന്നാവാനുണ്ട് കേട്ടോ. ഇത് കുറച്ചൊരു വലിപ്പം കൂടുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായ സന്തോഷമായാണ്. അല്ല, വേറൊരു കാര്യമുണ്ട്, നിങ്ങൾ അത്രയ്ക്കല്ലേ പഠിപ്പിച്ചിട്ടുള്ളൂ. മതിയല്ലോ, ശരിക്കും പഠിപ്പിക്കുകയാണെങ്കിൽ വലിയ കുപ്പി കൊടുക്കാം. എന്നാ നീ നാളെ പോരി. കാരണം വിലപിടിപ്പുള്ള സമ്മാനം ഒന്നും അവന് കൊടുക്കാനായിട്ടില്ല, അതിന് മാത്രമുള്ള ടീച്ചിങ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താം. അപ്പോൾ ഇതുപോലുള്ള എന്താ പറയുക, ചെറിയ കണ്ടന്റുകളൊക്കെ വ്യത്യസ്തമാക്കിയിട്ട് കൊണ്ടുവരാൻ വേണ്ടി മാക്സിമം ശ്രമിക്കാം. അതുപോലെ തന്നെ നിങ്ങൾ എക്സ്പെരിമെൻറ്റ് വീഡിയോസൊക്കെ എടുക്കുമ്പോൾ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും